ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ കാർഡ്സിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. കാർഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കല്യാണ വീട്ടിലൊക്കെ കാണല്ലേ, അമ്മാവന്മാർ ഇരുന്നിട്ട് ഷീറ്റ് കളിക്കുന്നത്. സെയിം കാർഡ്സ് സ്ഥിരമായിട്ട് പ്രോബബിലിറ്റിയിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അപ്പോൾ ഈ കാർഡ്സ് നമ്മൾ ആദ്യം കാർഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ അറിഞ്ഞിരിക്കണം. ഒരു പെട്ടി കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഡെക്ക് ഓഫ് കാർഡ് എന്ന് പറയും. അത് 52 കാർഡ്സ് ആണ് ഒരു പെട്ടിയിൽ ഉണ്ടാവുക. 52 കാർഡ്സ് ആണ് ഒരു പെട്ടിയിൽ ഉണ്ടാവുക. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പ്രോപ്പറായിട്ട് പഠിച്ചിരിക്കണം. കാരണം ഇത് ഞാനിവിടെ കൊടുത്ത പോലെ എക്സാം പേപ്പറിൽ ക്വസ്റ്റ്യൻ ഷീറ്റിൽ ഉണ്ടാവില്ല, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവില്ല. ഇത് നമ്മൾ മനസ്സിലുണ്ടാവണം. മനസ്സിലായോ? അത് ഞാൻ പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ ടോട്ടൽ 52 കാർഡ്സ്. അതിനെ പകുതിയാക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഒരു ഹാഫിൽ ബ്ലാക്ക് കാർഡ്സ്, ഐ മീൻ 15 ഹാഫ് എത്രയാണ് 26 ബ്ലാക്ക് കാർഡ്സ്, 26 ബ്ലാക്ക് കാർഡ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ 26 എന്തുണ്ടാവും, റെഡ് കാർഡ്സ് ഉണ്ടാവും. ഓക്കെ അല്ലേ? ഇനി ബ്ലാക്കിനെ വീണ്ടും ഹാഫ് ആക്കി സ്പ്ലിറ്റ് ചെയ്യുന്നു. ഏതൊക്കെയാ? ഒന്ന് സ്പേഡ്, 13 സ്പേഡും 13 ക്ലബ്സും, 13 സ്പേഡ്സും 13 ക്ലബ്സും, 13 സ്പേഡ് 13 ക്ലബ്ബ്. അതേപോലെ 26 റെഡില്ലേ, അതിനെയും ഹാഫ് ആക്കി സ്പ്ലിറ്റ് ചെയ്യും. എങ്ങനെയാ? 13 ഡയമണ്ടും 13 ഹേർട്ടും ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഓക്കെ അല്ലേ? അപ്പോൾ അങ്ങനെയാണ് ഓരോ 13 4 13 52 4 13 52 അങ്ങനെയാണ് 52 കാർഡ്സ് ആവുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര ബ്ലാക്ക് കാർഡ്സ് ഉണ്ട്? 26 ബ്ലാക്ക് കാർഡ്സ് അത്. എത്ര റെഡ് കാർഡ്സ് ഉണ്ട്? 26 റെഡ് കാർഡ്സ് അത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി എല്ലാത്തിലും കിങ് ക്വീന് ജാക്ക് ഉണ്ടാവും. ഈ കിങ് ജാക്കിനെയാണ് ഫേസ് കാർഡ്സ് എന്ന് വിളിക്കുക. സോ ടോട്ടൽ എത്ര ഫേസ് കാർഡ്സ് ഉണ്ട്? 3 3 6 3 9 3 12. ടോട്ടൽ 12 ഫേസ് കാർഡ്സ് ആണ്. ഫേസ് കാർഡ്സ് കിങ് ക്വീൻ ജാക്ക്. ഇനി എല്ലാത്തിലും ഓരോ ഏസ് ഉണ്ടാവും. ഒരു ഏസ് വെച്ച് ടോട്ടൽ എത്ര ഏസ് ഉണ്ട്? 4 ഏസ് ഉണ്ട്. ഇനി എല്ലാ സെറ്റിലും 1 2 3 4 സെറ്റിനെ കൊണ്ടോ എല്ലാ സെറ്റ് എന്ന് പറയുന്നത്. ഈ എല്ലാ സെറ്റിലും 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എഴുതിയ കാർഡ്സ് ഉണ്ടാവും. 2 മുതൽ 10 വരെയുള്ള നമ്പേഴ്സ് എഴുതിയ കാർഡ്സ് ഉണ്ടാവും. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 5 എന്നുള്ള നമ്പർ എഴുതിയ കാർഡ് ഒരു പെട്ടിയിൽ എത്ര ഉണ്ടാവും? 1 2 3 4 ഉണ്ടാവും. ഇനി ഏസ് ഒരു പെട്ടിയിൽ എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും. ഫേസ് കാർഡ്സ് ഒരു പെട്ടിയിൽ എത്ര ഉണ്ടാവും? 12. കിങ് ഒരു പെട്ടിയിൽ എത്ര ഉണ്ടാവും? 4. റെഡ് കിങ് എത്ര ഉണ്ടാവും? റെഡ് കിങ് എത്ര ഉണ്ടാവും ഒരു പെട്ടിയിൽ? 2. ബ്ലാക്ക് ക്വീൻ എത്ര ഉണ്ടാവും ഒരു പെട്ടിയിൽ? ബ്ലാക്കിൽ ക്വീൻ 2. ഈ ഒരു സംഭവം നിങ്ങൾക്ക് അറിയോ? മതി, നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് നേരെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കിയാലോ? നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ കാർഡ് ഈസ് ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. 52 പ്ലേയിങ് കാർഡ്സിന് ഒരു കാർഡ് വലിച്ചു. ഓക്കെ, വാട്ട്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ എയ്തർ എ കിങ് ഓഫ് ഡയമണ്ട് ഓർ എ ക്വീൻ ഓഫ് ഹെഡ്. കിങ് ഓഫ് ഡയമണ്ട് ഓർ എ ക്വീൻ ഓഫ് ഹെഡ്. കിങ് ഓഫ് ഡയമണ്ട് എന്ന് പറഞ്ഞാൽ ഡയമണ്ടിലെ കിങ്. ഓക്കെ, ക്വീൻ ഓഫ് ഹെഡ്സ് എന്ന് പറഞ്ഞാൽ ഹേർട്ടിലെ ക്വീന്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 1 2 ടോട്ടൽ 52. 2/52 ആണെന്ത് നമ്മുടെ പ്രോബബിലിറ്റി, അഥവാ 1/26. ക്ലിയർ അല്ലേ? ആൻഡ് നെക്സ്റ്റ് വൺ, 7 കാർഡ്സ് ആർ ഡ്രോൺ ഫ്രം എ പാക്ക് ഓഫ് വെൽ ഷഫിൾഡ് 52 പ്ലേയിങ് കാർഡ്സ്. 7 കാർഡ്സ് ഒരു 52 പ്ലേയിങ് കാർഡ്സ് നമ്മൾ എടുക്കുകയാണ്. 7 കാർഡ്സ് ആണ് എടുക്കുന്നത്. ഹൗ മെനി വേസ് ദിസ് ക്യാൻ ബി ഡൺ? എത്ര തരത്തിൽ ഇത് നമുക്ക് എടുക്കാൻ പറ്റും? നിങ്ങൾ ആലോചിച്ച് നോക്കുക. 52 കാർഡ്സിന് 7 കാർഡ്സ് എടുക്കുന്നു. സെലക്ഷൻ ആണ്. 52 കാർഡ്സിന് ഏതൊക്കെ രീതിക്ക് 7 കാർഡ്സ് സെലക്ട് ചെയ്യാന്ന് ചോദിക്കുന്നത്. ദാറ്റ് സെലക്ഷൻ, കംപ്ലീറ്റ്ലി സെലക്ഷൻ ആണ് അല്ലേ? 52 കാർഡ്സിന് 7 കാർഡ്സ് എടുക്കുന്നതിനാണ് നമ്മൾ 52C7 എന്ന് വിളിക്കാം. ഓക്കെ അല്ലേ? ഇനി വാട്ട്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സെലക്ഷൻ കണ്ടെയ്ൻസ് ഓൾ കിങ്സ്. അതായത് 7 കാർഡ് എടുക്കുന്നുണ്ടല്ലോ, അതിൽ എല്ലാ കിങ്ങും വരണം. അതിനുള്ള പ്രോബബിലിറ്റി എത്രയാണ് വെച്ചത്? എല്ലാ കിങ്ങും വരണം എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഒരു പെട്ടിയിൽ എത്ര കിങ് ആണുള്ളത്? 4 കിങ് ആണുള്ളത്. അപ്പോൾ 7 കാർഡ് നമ്മൾ ടോട്ടൽ എടുക്കുന്നത്, അതിൽ 4 കിങ് വരണം. ഓക്കെ, ടോട്ടൽ ഒരു പെട്ടിയിൽ എത്ര കിങ് ഉണ്ട്? 4 കിങ് ഉണ്ട്. 4 കിങ്ങിൽ 4 കിങ് എടുക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ നമ്പർ ഓഫ് സെലക്ഷൻ എന്താ? 4C4 ആണ് അല്ലേ? ഇൻറ്റു കഴിഞ്ഞോ? നമുക്ക് എടുക്കേണ്ട കാർഡ്സ് മൊത്തം നമ്മൾ എടുത്തു കഴിഞ്ഞോ? ഇല്ല, 4 കാർഡ് മാത്രമേ എടുത്തുള്ളൂ. ഇനിയുണ്ട് 3 കാർഡ് എടുക്കാൻ. ടോട്ടൽ 7 കാർഡ് എടുക്കണ്ടേ? ടോട്ടൽ 7 കാർഡ്സ് എടുക്കാനുണ്ട്. അപ്പോൾ ഇനി 3 കാർഡ് എടുക്കാണ്ട്. അതുകൊണ്ട് നമ്മൾ ഇൻറ്റു ഇടുന്നു. ഇനി 3 കാർഡ് ബാക്കിയുള്ള എത്ര കാർഡ്സ് എടുക്കേണ്ടത്? ഓൾറെഡി നമ്മൾ 52 കാർഡ്സിന് 4 കിങ് എടുത്തു. അപ്പോൾ ബാക്കി 48 കാർഡ്സ് ആണത്. ബാക്കി 48 കാർഡ്സ് സെലക്ട് ചെയ്യാൻ ബാക്കിയുള്ളൂ. അപ്പോൾ 48 കാർഡ്സിന് ഉള്ള വേണം ബാക്കിയുള്ള 3 കാർഡ്സ് എടുക്കാൻ. അപ്പോൾ 48C3 അതാണ് നമ്പർ ഓഫ് സെലക്ഷൻ, ഐ മീൻ നമ്പർ ഓഫ് ഫേസ് ഓഫ് സെലക്ഷൻ. ഇനിയോ പ്രോബബിലിറ്റി എന്ന് പറയുമ്പോൾ ഡിവൈഡ് ബൈ ടോട്ടൽ സെലക്ഷൻ. ടോട്ടൽ എത്രയാണ്? 52C7. ഇത് ചെയ്യാം. 52C7 ഇത് നിങ്ങൾ കാൽക്കുലേറ്റർ ഉപയോഗിച്ചിട്ട് ഫൈനൽ ആൻസറിലേക്ക് കണ്ടുപിടിക്കാം. അത് നിങ്ങൾ ചെയ്യൂലേ? കാൽക്കുലേറ്റർ ഉപയോഗിച്ച് നിങ്ങൾ ചെയ്യില്ലേ? ഫൈനൽ ആൻസറിലേക്ക് നിങ്ങൾ എത്തിച്ചോളാം. ഞാനിവിടെ ഈ ഒരു സ്റ്റെപ്പിൽ വെച്ച് നിർത്തുകയാണ് എല്ലാ ക്വസ്റ്റ്യൻസും. ഫൈനൽ ആൻസർ നിങ്ങൾ സിമ്പിളായിട്ട് കാൽക്കുലേറ്റർ അടിച്ചു നോക്കിയാൽ പോരെ. ഓക്കെ, നെക്സ്റ്റ് വൺ, വാട്ട്സ് ദ പ്രോബബിലിറ്റി ദാറ്റ് ദ സെലക്ഷൻ ഡസ് നോട്ട് കണ്ടെയ്ൻ എ കിങ് കാർഡ്. സെലക്ഷനിൽ കിങ് കാർഡ് ഉണ്ടാവാൻ പാടില്ല. അതായത് 52 കാർഡ്സിൽ ആ 4 കിങ് കാർഡ്സ് വരാൻ പാടില്ല. അതായത് ബാക്കി എത്ര കാർഡ്സ് വരാം? 48 കാർഡ്സിൽ ഏത് വേണേ വരാം. അതായത് ബാക്കിയുള്ള 48 കാർഡ്സിൽ 7 കാർഡ്സ് സെലക്ട് ചെയ്യാം. എത്ര രീതിക്ക് സെലക്ട് ചെയ്യാം? 48C7. ആൻഡ് അതിൻ്റെ പ്രോബബിലിറ്റി ആകുമ്പോൾ അടിയിൽ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻസ് വേണം.
ടോട്ടൽ വേസ് ഓഫ് സെലക്ഷൻ 52C7, 48C7 by 52C7 കാണുന്നു. ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 4 cards are drawn from a well shuffled deck of 52 cards. 4 cards ആണ് വലിക്കുന്നത്. വാട്ട്സ് പ്രോബബിലിറ്റി ഓഫ് കണ്ടെയ്നിങ് 3 diamonds and 1 spade? 3 diamonds വേണം, 1 spade വേണം. എത്ര ഡയമണ്ട്സ് ആണ് ടോട്ടൽ ഉള്ളത്? ഡയമണ്ട് ഒരു കോളാണല്ലേ, 13, ഐ മീൻ ഡയമണ്ട് ഒരു കോളമാണ് അല്ലേ, 13 എണ്ണമുള്ള ഒരു ഗ്രൂപ്പാണ് ഡയമണ്ട്. അപ്പോൾ നമ്മൾ വലിക്കുന്നത് 4 cards ആണ്. 4 cardsൽ 3 ഡയമണ്ട് വേണം അല്ലേ, 4 cardsൽ 3 ഡയമണ്ട് വേണം. അപ്പോൾ പ്രോബിലിറ്റി എങ്ങനെ വരിക? ടോട്ടൽ എത്ര ഡയമണ്ട് ഉണ്ട് അവിടെ? 13 diamonds ഉണ്ട്. 13 diamondsൽ നിന്ന് എത്ര ഡയമണ്ട്, 3 ഡയമണ്ട് എടുക്കുന്ന സെലക്ഷൻ എങ്ങനെയാണ്? 13C3 അല്ലേ, ഇൻറ്റു നമുക്ക് എടുക്കേണ്ട മുഴുവൻ കാർഡ്സ് ആയിട്ടില്ല, 4 കാർഡ് എടുക്കണ്ടേ, 3 കാർഡിലായിട്ടുള്ളൂ. അപ്പോൾ ഇൻറ്റു ഇടാം. ഇനി ഒരു കാർഡ് കൂടെ വേണ്ടേ? ആൻഡ് 1 എന്താ? 1 spade ആണ്. അപ്പോൾ ടോട്ടൽ 13 സ്പേഡ് ഉണ്ട്. അപ്പോൾ 13 സ്പേഡ്സിന് ഒരു സ്പേഡ് എടുക്കുക, ദാറ്റ് ഈസ് 13C1. അപ്പോൾ 4 കാർഡ് ടോട്ടൽ നമ്മൾ എടുത്തു അല്ലേ, 3 1 4 കാർഡ് നമ്മൾ ടോട്ടൽ എടുത്തു. ഓക്കെ, അതേ ഡിവൈഡ് ബൈ ടോട്ടൽ പ്രോബിലിറ്റി എന്താ? ടോട്ടൽ എത്ര സെലക്ഷൻ ഉള്ളത്? 4 cards അല്ലേ എടുക്കുന്നത്. 4 cards എത്ര cards എടുക്കുന്നത്? 52 cards അല്ലേ. സോ 52C4 13C3 into 13C1 by 52C4 എന്ന് വരും. ഓക്കെ അല്ലേ? ഇത് ഫൈനൽ ആൻസർ എഴുതണം, നിർബന്ധമാണ്. കാരണം നിങ്ങളുടെ കയ്യിൽ കാൽക്കുലേറ്റർ ഉള്ളതാണ്. മാർക്ക് കുറയ്ക്കും എഴുതിയിട്ടില്ലെങ്കിൽ കേട്ടോ, മാർക്ക് കുറയ്ക്ക് അപ്പോൾ എഴുതിക്കോളൂ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 1 card ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം എ പാക്ക് ഓഫ് 52 പ്ലേയിങ് കാർഡ്സ്. 52 പ്ലേയിങ് കാർഡ്സിന് 1 കാർഡ് മാത്രം വലിച്ചു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കാർഡ് ബ്ലാക്ക് ആവാനുള്ള പ്രോബിലിറ്റി ബ്ലാക്ക് കാർഡ്സ് ടോട്ടൽ 26 എണ്ണാണത്. അതേ ഡിവൈഡ് ബൈ 52 അഥവാ 1/2 അല്ലേ. ഡ്രോൺ കാർഡ് ഇസ് എ ഫേസ് കാർഡ് ആവാനുള്ള പ്രോബിലിറ്റി. ഫേസ് കാർഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അയച്ചു എത്ര ഫേസ് കാർഡ്സ് ഉണ്ട് ഒരു പെട്ടിയിൽ? 12 ഫേസ് കാർഡ്സ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. സോ 12/52 സിംപ്ലിഫൈ ചെയ്യണേ, ഫ്രാക്ഷൻസിനെ സിംപ്ലിഫൈ ചെയ്യണം കേട്ടോ. സിംപ്ലിഫൈ ചെയ്തിട്ട് എഴുതാവുള്ളൂ കേട്ടോ മക്കളെ. 12/52 എന്ന് പറയുമ്പോൾ 12/52 എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് 3/13. 4 കൊണ്ട് ഡിവൈഡ് ചെയ്തോ. ആൻഡ് ദ ഡ്രോൺ കാർഡ് ഇസ് എ ബ്ലാക്ക് ഫേസ് കാർഡ്. ബ്ലാക്ക് കാർഡ്സിൽ എത്ര ഫേസ് കാർഡ്സ് ഉണ്ട്? 6 ഫേസ് കാർഡ്സ് ആണ് ബ്ലാക്ക് കാർഡ്സിൽ ഉള്ളത്. അപ്പോൾ 6/52 പറഞ്ഞാൽ എത്ര വരിക? 3/26 കഴിഞ്ഞു. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ ഒരു ചാപ്റ്ററിന് കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ചോദിക്കുക. മക്കളെ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. കാർഡ് ബേസ്ഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്തായാലും ഒരു ക്വസ്റ്റനെങ്കിലും എല്ലാ എക്സാമിനും ചോദിക്കാറുണ്ട്. ആൻഡ് മോർ ഓവർ അടുത്ത വർഷവും ചിലപ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ കാർഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ നിർബന്ധമായിട്ട് പഠിച്ചു പോവുക. സിമ്പിളാണ്. നിങ്ങളൊന്ന് എന്താ പറയുക, ഒന്ന് എഫേർട്ട് ഇട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. വലിയ സംഭവം ഒന്നല്ല കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ മക്കളെ. ബൈ.